കോഴിക്കോട് നഗരത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷകരാകാൻ ഇനി ബീച്ച് ഫയർ സ്റ്റേഷൻ ഇല്ല. ജീവനക്കാരെയും ഫയർ എഞ്ചിനുകളും മീഞ്ചന്ത സ്റ്റേഷനിലേക്ക് പൂർണ്ണമായി മാറ്റി സ്ഥാപിച്ചു. സ്റ്റേഡിയം കെട്ടിടത്തിൽ താൽക്കാലിക സൗകര്യം ഒരുക്കാമെന്ന കോർപ്പറേഷന്റെ വാഗ്ദാനം നടപ്പാകാത്തതിനെ തുടർന്നാണ് നടപടി. നഗരഹൃദയത്തിലെ പ്രധാന രക്ഷാകേന്ദ്രമായിരുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ ഒടുവിൽ ഓർമ്മയാകുന്നു. പുത്തൻ കെട്ടിടം പണിയാമെന്ന ഉറപ്പിലാണ് 3 വർഷം മുൻപ് പഴയ ഫയർ സ്റ്റേഷൻ പൊളിച്ചു മാറ്റിയത്. പുതിയ കെട്ടിടത്തിനായി 21 കോടി രൂപയുടെ പദ്ധതി രേഖ തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരടി പോലും നടപടികൾ മുന്നോട്ടു പോയില്ല. ഇതോടെ പണ്ടെങ്ങോ താമസക്കാർ ഉപേക്ഷിച്ച ക്വാർട്ടേഴ്സിലെ ഓഫീസും താൽക്കാലികമായി കെട്ടിവലിച്ച പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിലെ ഫയർ എഞ്ചിനുകളുമായി 25ഓളം ജീവനക്കാർ ദുരിതത്തിലായി. ഒടുവിൽ അവശേഷിച്ച ജീവനക്കാരെയും വാഹനങ്ങളും കൂടി മീഞ്ചന്തയിലേക്ക് മാറ്റിയതോടെ നഗരത്തിൽ അപകടമുണ്ടായാൽ ഇനി മീഞ്ചന്തയിൽ നിന്നോ വെള്ളിമാട് കുന്നിൽ നിന്നോ ഫയർഫോഴ്സ് എത്തേണ്ട സ്ഥിതിയായി. EMS സ്റ്റേഡിയം കെട്ടിടത്തിൽ താൽക്കാലിക സൗകര്യം ഒരുക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചെങ്കിലും ഇത് നടപ്പായില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് സർവകക്ഷി സംഘം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവരെ കണ്ടതിൽ പ്രധാനമായി ഉന്നയിച്ചത് ഫയർ സ്റ്റേഷൻ്റെ കാര്യമാണ്. അദ്ദേഹം ആ സമയം തന്നെ റീജിയണൽ ഫയർ ഓഫീസറിന് നിർദ്ദേശം കൊടുക്കുകയും തൊട്ടടുത്ത ദിവസം മേയർ അങ്ങോട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ പരിഹരിക്കാനായി നടപടി സ്വീകരിക്കാൻ അദ്ദേഹം വിളിച്ചു പറയുക ഞങ്ങൾ മുന്നുന്നു. അത് പ്രകാരം റീജിയണൽ ഫയർ ഓഫീസർ വന്ന് മേയറെ കാണുകയും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറയും. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു മലക്കം മറച്ചിലുണ്ടായി. അതിന്റെ ഭാഗം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾക്കടക്കം തീപിടിച്ച് കോടികളുടെ നാശനഷ്ടമുണ്ടായ വൻ ദുരന്തങ്ങളുടെ ഞെട്ടൽ മാറും മുൻപാണ് കോഴിക്കോട് നഗരത്തെ ആശങ്കയിലാഴ്ത്തി ബീച്ച് ഫയർ സ്റ്റേഷന്റെ ഈ പൂട്ടിയിടൽ. ഇനി കോഴിക്കോട് നഗരത്തിൽ അഗ്നിരക്ഷാസേനയുടെ അടിയന്തര സഹായം എത്താൻ ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും വേണ്ടിവരും. നഗരത്തിലേക്കുള്ള പാത ഗതാഗതക്കുരുക്ക് നിറഞ്ഞതായതിനാൽ സമയം കൂടുതലെടുക്കാനും സാധ്യതയേറെ. ന്യൂസ് മലയാളം, കോഴിക്കോട്.